ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ വ്യാജ ലഹരി കേസിൽ നമ്മുടെ രോഹിത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചന്ദ്രബോസ് എത്തുകയാണ്. അപ്പോൾ ചന്ദ്രബോസ് അവരുടെ പോലീസുകാരോട് ഇരിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ആരോ പറഞ്ഞതിൻ്റെ പേരിൽ എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുകയാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ കമ്മീഷണർ അകത്തു നിന്ന് പുറത്തോട്ട് വരും. അപ്പം പറയും, ഞാൻ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്, ഇനി എന്തെങ്കിലും അറിയണമെന്നൊക്കെ ചോദിക്കും. കുറേ നാളുകളായി ഞങ്ങൾ ഇവരെ നിരീക്ഷിക്കുകയാണ്, അവൻ്റെ കൂടെയുള്ളവരെ ഞങ്ങൾ പൊക്കും എന്നുള്ള രീതിയിൽ പറയാം. അപ്പം ചന്ദ്രബോസ് ഒന്നും ഞെട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രോഹിത്തിനെ വിലങ്ങണിയിച്ച് കൊണ്ടുപോവുകയാണ്. ഇതേ സമയത്ത് ശാലിനിയാണെങ്കിൽ നമ്മുടെ ശ്യാമയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ സംഭവിക്കും, എത്രയും പെട്ടെന്ന് രോഹിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് രോഹിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ വിഷ്ണു ഒരു ഓട്ടോയൊക്കെ എടുക്കുന്നു. അപ്പോൾ കുടുംബശ്രീ ശാരദയുടെ അടുത്ത് പോയി അത് പൂജിച്ച് കൊണ്ടുവരാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഓട്ടോയുമായി നമ്മുടെ കമലിനും വിഷ്ണുവും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ശാരദ ഇതെല്ലാം പൂജിച്ച് അനുഗ്രഹിച്ച് കൊടുക്കുകയാണ്. അപ്പം പൂജാരി പറയുന്നുണ്ട്, ശാരദ എന്ത് തൊട്ടാലും അത് വിജയമായിരിക്കും, അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഇനി അനുഗ്രഹമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയും കണ്ടും കുഞ്ഞുങ്ങളും ശാലിനി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുന്നു, ശാലിനിയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പുതിയൊരു തുടക്കത്തിനായി നമ്മുടെ വിഷ്ണു മുന്നോട്ടിറങ്ങിയാണ്. അങ്ങനെ അവരുടെ ശത്രുക്കളെ ഓരോന്നോരോന്നായി തകർത്തുകൊണ്ട് മുന്നേറി ജീവിത വിജയത്തിലേക്ക് പോവുകയാണ് നമ്മുടെ വിഷ്ണുവും ശാലിനിയൊക്കെ. ഇതേ സമയത്താണ് നമ്മുടെ രാഘവൻ നായർ ഇങ്ങനെ പടിയിലിരിക്കുമ്പോൾ ബൈക്കിൽ 2 പേരിങ്ങ് വരികയാണ്. 2 ഗുണ്ടകളാന്ന് തോന്നുന്നു. അപ്പം രാഘവൻ നായർ പറയുന്നുണ്ട്, ആരാന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത്, നിങ്ങളെ എനിക്ക് അറിയത്തില്ലല്ലോ രാഘവൻ നായർ പറയുന്നത്. അപ്പോൾ അവരതൊന്നും ശ്രദ്ധിക്കാതെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അതെന്താണെന്ന് അറിയില്ല, അതൊക്കെ നാളത്തെ എപ്പിസോഡിലേ ഉള്ളൂ. അതുപോലെ നമ്മുടെ നൂറും അനുവും തമ്മിലുള്ള സംസാരങ്ങളൊക്കെ നമ്മുടെ സുബൈറയ്ക്ക് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി സുബൈർക്ക് എന്ത് തീരുമാനം എടുക്കും? നൂറിനാണെങ്കിൽ അനൂപിൻ്റെ കൂടെ പോകാനും പറ്റത്തില്ല, തൻ്റെ ബാപ്പയെ ധിക്കരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള മുഹൂർത്തങ്ങളിലൂടെയാണ് നൂറിൻ്റെയും അനൂപിൻ്റെയും കഥ പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണുള്ളത്. നമ്മുടെ രോഹിത്തിൻ്റെ ജീവിതം ഇനി ശ്യാമ എന്താവും ശ്യാമയുടെ അവസ്ഥ, അതുപോലെ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിൽ നല്ല നിമിഷങ്ങളൊക്കെയാണ് കടന്നു വരുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.